പക്ഷേ ഗുജറാത്തിലെ സംഭവങ്ങൾ പോസ്റ്റ് ഗോദ്ര റൈഡ്, ഗോദ്രയിലും സംഭവിച്ചത് വിഷമകരമാണ്, ഗുജറാത്തിലും സംഭവിച്ചത് വിഷമകരമാണ്. പക്ഷേ ഗുജറാത്തിലെ സംഭവം വീണ്ടും വീണ്ടും ആളിക്കത്തിച്ച് എരുതിയിൽ എണ്ണ ഒഴിച്ച് ചില പ്രത്യേക വിഭാഗങ്ങളോട് ജനസോയിഡ് നടത്തി എന്ന് പറഞ്ഞ് നരഹത്യ അല്ലെങ്കിൽ വംശഹത്യ നടത്തിയെന്ന പ്രൊപ്പഗാൻഡ ഇന്ത്യയിലെ ചെന്ന ചില പാർട്ടികൾ ചെയ്യുമ്പോൾ കാശ്മീരി 3.5 ലക്ഷം കാശ്മീരി പണ്ഡിറ്റുകളുടെ വിഷയമോ സിഖ് റൈറ്റ്സോ ഒന്നും നമ്മളിങ്ങനെ വീണ്ടും എരുതിയിൽ എണ്ണ ഒഴിക്കാറില്ല. അപ്പോൾ ഈ റൈറ്റുകളുടെ പേരിൽ എരുതിയിൽ എണ്ണ ഒഴിച്ച് മുസ്ലിം സമുദായത്തെ അരക്ഷിതാവസ്ഥയിൽ എത്തിച്ച് പാകിസ്ഥാനിലെ തീവ്ര സ്വരക്കാർക്ക് കൂടുതൽ ഹാൻഡിൽ കൊടുത്ത് ആഡിങ് ഫ്യൂവൽ ടു ദ ഫയർ എന്ന് കൊടുത്ത് അവിടുത്തെ തീവ്രവാദി മെക്കാനിസത്തെ ഇവിടുത്തെ പല ആൾക്കാരും പ്രോത്സാഹിപ്പിക്കുന്നില്ലേ? എന്തിന്? ബോംബെ തീവ്രവാദി ആക്കണോ ഇന്ത്യക്കാർ തന്നെ ചെയ്തതാണെന്നുള്ള പുസ്തകം റിലീസ് ചെയ്ത് കോൺഗ്രസിലെ ദിഗ്വിജയ് സിംഗ് അല്ലേ അമേരിക്കയിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിന് പിന്നിൽ അമേരിക്കക്കാർ തന്നെയാണെന്നും ബോംബെ തീവ്രവാദി ആക്രമണം ഇന്ത്യക്കാർ നടത്തിയെന്നും പറയുന്ന ചില നേതാക്കളുള്ള നമ്മുടെ നാട്ടിൽ ഇത്തരം വൃത്തികെട്ട പ്രീണന നയം ദേശീയ താല്പര്യങ്ങൾക്കെതിരാണെന്ന് തിരിച്ചറിയുകയും ജാതി മതഭേദമന്യേ രാജ്യസുരക്ഷയാണ്, ഒരു ഇന്ത്യക്കാരൻ മരിച്ചാൽ മതഭേദമന്യേ നമുക്ക് വിഷമമാവുന്ന തിരിച്ചറിവ് നമ്മുടെ ജനതയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക മാത്രമാണ് ഇതിന്റെ മുമ്പോട്ടുള്ളത്. ഇവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുസഫർ നഗറിലെ റയറ്റ്സിൽ പാകിസ്ഥാന്റെ ISI ഇന്ത്യയിലെ ചില ആൾക്കാരുമായി ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞത് സെക്കുലർ പാർട്ടി എന്ന് നമ്മളെല്ലാം വിശ്വസിക്കുന്ന ഗാന്ധി കുടുംബത്തിന്റെ ആധുനിക ഭാരതത്തിൽ അകത്ത് ISIയുടെ പ്രവർത്തനങ്ങളുണ്ട്, സ്ലീപ്പർ സെല്ലുകളുണ്ട് എന്ന് വ്യത്യസ്ത മാധ്യമങ്ങൾ വ്യത്യസ്ത കാലത്തിൽ റിപ്പോർട്ട് ചെയ്ത കാര്യം നമ്മൾ മറക്കരുത്. പക്ഷേ പ്രശ്നം നമ്മുടെ നാട്ടിൽ ന്യൂനപക്ഷ വോട്ട് ബാങ്കുകൾക്ക് വേണ്ടി പാരനോയ സംശയരോഗം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വോട്ട് ബാങ്ക് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ന്യൂനീകരിക്കാൻ ഇനി കഴിയില്ല. കാരണം ഇസ്ലാമിക തീവ്രവാദമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ തുല്യമായ പ്രാധാന്യത്തോടെ ഇന്ത്യക്ക് അനുഭവ സാക്ഷ്യമുള്ളതാണ് ഹൈന്ദവ തീവ്രവാദവും. അതുകൊണ്ട് ഇപ്പോൾ ഒരു രൂപത്തിൽ മാത്രമായി ഇതിനെ ഏതെങ്കിലും തരത്തിൽ നിർവചിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നു ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി എന്ന് പറഞ്ഞ് കൈകഴുകാൻ കഴിയാത്ത രീതിയിലുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. കറക്റ്റാണ്. ഹൈന്ദവം എന്ന് പറഞ്ഞതിനെ ലഘൂകരിക്കേണ്ട, ഹിന്ദു തീവ്രവാദം എന്ന് തന്നെ വിളിച്ചോളൂ, എനിക്ക് യാതൊരു മടിയില്ല. നമ്മുടെ നാട്ടിൽ തീവ്രവാദികൾ, ഹിന്ദു വർഗീയ തീവ്രവാദികളുണ്ട്, മുസ്ലിം തീവ്രവാദികളുണ്ട്, ക്രിസ്ത്യൻ മതപരിവർത്തന തീവ്രവാദം നടത്തുന്നവരുണ്ട്. ഇതിനെ എല്ലാം ഒരുമിച്ച് എതിർക്കുന്നതിന് പകരം വോട്ട് ബാങ്കുകളായി കണ്ടുകൊണ്ട്, നേരത്തെ ഇവർ പറഞ്ഞത് BJPയുടെ വോട്ട് കൺസോൾട്ടേഷന് വേണ്ടിയെന്നല്ലേ, ഞാൻ തിരിച്ചു പറയുകയാണ്, ഇത് മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ പാരനോയ സംശയരോഗം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പുതിയ ഭരണം വന്നാലും പുതിയ ആൾക്കാർ വന്നാലും നമ്മൾ മുഴുവൻ വേട്ടയാടപ്പെടും, ഇരവാദം റേസ് ചെയ്യുകയാണ്. അതിന്റെ അപകടം ഇത് പാകിസ്ഥാൻ ഫൗണ്ടേഷണൽ ഐഡിയ ആണ്. പാകിസ്ഥാൻ രാജ്യം നിലനിൽക്കുന്ന ആശയം തന്നെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല, ഇന്ത്യ എന്നൊരു രാജ്യം ശരിയല്ല, ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ ഉയർത്തേണ്ട ആശയം. ഒരുമിച്ച് ജീവിക്കാൻ ഒറ്റ സംശയം, താങ്കൾ എന്നെ നേരത്തെ തിരുത്തുകയുണ്ടായി 121 കോടിയാണ് എന്ന്. ഞാനൊരു 10 കോടി കുറച്ചു, അതെനിക്കുണ്ടായ അവസ്ഥാപരമായ തെറ്റാണ്. മറ്റൊരു കണക്കിലേക്ക് ഞാൻ വരികയാണ്. താങ്കൾ ഈ പറയുകയുണ്ടായല്ലോ എല്ലാവരും തുല്യരായൊക്കെ ജീവിക്കണം എന്നൊക്കെ. നമ്മുടെ ഫെഡറൽ സംവിധാനം ശക്തവുമാണല്ലോ. ഗുജറാത്തിൽ 3 തവണയായി തിരഞ്ഞെടുക്കപ്പെടുകയാണല്ലോ നരേന്ദ്രമോദി. 9% മുസ്ലിങ്ങളുണ്ടല്ലോ ഗുജറാത്തിൽ. 182 MLA-മാരില്ലേ? ഞാനൊരു കണക്ക് പറയുകയാണ്, തെറ്റാണെങ്കിൽ താങ്കൾക്ക് എന്നെ തിരുത്തുകയും ചെയ്യാം. ഒരു മുസ്ലിം MLA ഇല്ലല്ലോ. എന്തേ ഗുജറാത്തിൽ ഇത്രമാത്രം ജനാധിപത്യ പ്രാതിനിധ്യം ഈ ന്യൂനപക്ഷ വിഭാഗത്തിന് കിട്ടാതെ പോയി? അത് ഏത് വോട്ട് ബാങ്ക് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്? നമ്മൾ എന്തിനാ MLA-മാർക്ക് മുസ്ലിമു ഹിന്ദു എന്ന പേരിടുന്നത്? അങ്ങനെ മുസ്ലിം പറയുകയാണെങ്കിൽ 112 കൺസ്റ്റിറ്റ്യുവൻസിയിൽ കൗൺസിലർമാർ മോദിക്ക് വേണ്ടി ഇറങ്ങി ജയിച്ചില്ലേ? നരേന്ദ്രമോദി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 112. എന്തിന്? PDP എന്ന് പറയുന്ന കുറച്ച് തീവ്ര സ്വരമുള്ള കാശ്മീരിലെ മതാടിസ്ഥാനത്തിൽ കൗൺസിലർമാരെ ഉദാഹരിക്കും. അതിൽ തെറ്റില്ല അല്ലേ? താങ്കൾ പറഞ്ഞുകൊണ്ട് മറുപടിയായി പറഞ്ഞതാണ്. താങ്കൾ പറഞ്ഞതിന്റെ മറുപടിയായി കാര്യം ഇതിന്റെ പ്രശ്നം ഇതാണ്, നമുക്ക് എന്നും ഒരു മുസ്ലിം കണ്ണും ഹിന്ദു കണ്ണുമാണ് വേണ്ട, നമുക്കൊരു ഇന്ത്യൻ കണ്ണു മതി. 182 MLA-മാർ ആണ് അവിടെ ഉള്ളത്. ഇതിൽ ഒരു മുസ്ലിമിന് പോലും ടിക്കറ്റ് കിട്ടാതിരുന്നത് എന്തുകൊണ്ടാണ്? ഏത് വോട്ട് ബാങ്കിന്റെ ഭാഗമായിട്ടാണ്? എന്തുകൊണ്ടങ്ങ് പാഴ്സികളുടെ കാര്യം ചോദിക്കുന്നില്ല ശ്രീ വേണു? എന്തുകൊണ്ടങ്ങ് പാഴ്സികളുടെ കാര്യം ചോദിക്കുന്നില്ല? ബുദ്ധിസ്റ്റുകളുടെ കാര്യം ചോദിക്കുന്നില്ല? എന്തുകൊണ്ട് ജൈനന്മാർ അവിടെ അത്യാവശ്യം ഉള്ളതാണ്? സ്വാമി നാരായൺ നമ്മൾ എപ്പോഴെങ്കിലും ജാതി മതവും മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു.